ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു സദാചാര കമ്മിറ്റി ലെവലിലേക്കൊക്കെ താഴ്ന്നു തുടങ്ങി. എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അനീഷിന്റെ കണ്ടന്റിൽ നിന്നൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കണ്ടന്റ് കിങ് എന്ന് പറയുന്നത് അനുമോളാണ്. പക്ഷേ ഇങ്ങനെയാണ് അനുമോൾ. ഇപ്പോൾ അപ്പാനിയും ബിൻസിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ബിൻസി ഉള്ളപ്പോൾ പറഞ്ഞതിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് വളരെ ചീപ്പായിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറയാം. പിന്നെ അനുമോൾ ജിസേലിനോടുള്ള പേഴ്സണൽ റീച്ച് വളരെ കൂടുതലായിട്ട് കൊണ്ടുനടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജിസേൽ ഇപ്പോൾ കിച്ചൺ ക്യാപ്റ്റൻ്റെ പെർമിഷനോടെ കുക്ക് ചെയ്തിട്ട് പോലും അനു അത്രയും ചർച്ചാ വിഷയമാക്കിയത് എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല എന്ന് പറയാം. അതുകൂടാതെ പിന്നെ അനുവിൻ്റെ കരച്ചിൽ അത് കുറച്ച് ഓവറായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നോമിനേഷൻ ചെയ്യുമ്പോൾ പോലും എന്തിനാണ് കരയുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല എന്ന് പറയാം. പിന്നെ ഷാനവാസ് അത്യാവശ്യം നന്നായി തന്നെ കളിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഈ സദാചാര വർത്തമാനമൊക്കെ കയറി വരുന്നത് കുറച്ചാൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അക്ബറും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഗ്രൂപ്പ് ഫോക്കസ് ആയിട്ടാണ് കളിക്കുന്നത്. ഈ പറഞ്ഞ ഈ സദാചാര വർത്തമാനം അക്ബറിൻ്റെ ഭാഗത്തു നിന്നും കേൾക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അപ്പാനി ശരത്താണെങ്കിൽ കുറേ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും സക്സസ് ആവാതെ പോകുന്ന പോലെ തോന്നുന്നത്. പിന്നെ അക്ബറിൻ്റെ അണ്ടറിലാണ് അപ്പാനി ശരത്ത് കളിക്കുന്നതായിട്ട് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരെ കുറിച്ച് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അപ്പോൾ അത്രയുള്ളൂ. ഇറ്റ്സ് മീ സ്മിത് ഫ്രം മല്ലു സ്പോർട്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.